ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ പുത്രനാം യേശുഭുജാതനായി സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. ദൈവത്തിൻ പുത്രനാം സ്നേഹിപ്പാൻ ക്ഷമിപ്പാൻ സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാൽ ആകുലമില്ല നാളെയെന്ന് വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഏവരെയും ടോർച്ച് ഓഫ് ട്രൂത്ത് കുടുംബം അതേ സ്വാഗതം ചെയ്യുന്നു. പ്രതീക്ഷയോടെ കർത്താവിന്റെ തിരുവ് വചനത്തിന് മുൻപിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാം. പുല്ല് ഉണങ്ങും, പൂവാടും, എന്നാൽ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ദൈവവചനം എന്ന് പറയുന്നത് ഒരു സമീകൃത ആഹാരം അത്രേ. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. സഭ ഇപ്രകാരം കർത്താവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നു. എന്നാൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ച ശിഷ്യന്മാരുടെ പ്രാർത്ഥന അത്രേ അത്. യേശു തന്റെ ശിഷ്യന്മാരെ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചില്ല. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ മറ്റേതെങ്കിലും അതേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുവാൻ വേണ്ടി പഠിപ്പിച്ചില്ല. പക്ഷെ പ്രാർത്ഥിപ്പാൻ വേണ്ടി അവരെ പഠിപ്പിക്കുക ഉണ്ടായി. മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. തീർന്നില്ല. വീണ്ടും 11-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതേ സഹോദരങ്ങളെ, ദൈവം അവൻ ആഹാരം തരുന്നവനാണ്.
ദൈവം ഉള്ള വഴിയെ അടയ്ക്കുന്നവൻ അല്ല, ദൈവം ഇല്ലാത്ത വഴിയെ തുറക്കുന്നവൻ അത്രേ. ദൈവം ഉള്ള വഴിയെ അടയ്ക്കുന്നവൻ അല്ല, ദൈവം ഇല്ലാത്ത വഴിയെ തുറക്കുന്നവൻ അത്രേ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തേ ഇല്ല. യെശയ്യാ 22:22, വെളിപ്പാട് 3:7 വേദപുസ്തകം പറയുന്നു, അവനാരും അടയ്ക്കാതവണ്ണം തുറക്കുന്നവനായ ദൈവമെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് വില്യം ബൂത്ത് എന്ന ദൈവത്തിന്റെ ദാസനെ വളരെ ശക്തിയായി ഇംഗ്ലണ്ടിന്റെ ഉണർവിന് വേണ്ടി ദൈവം പ്രയോജനപ്പെടുത്തുമ്പോൾ ദൈവം തന്നോട് പറയുന്നു, നീ അയർലൻഡിലേക്ക് കടന്നു പോകുക, അയർലൻഡിൽ ദൈവത്തിന്റെ മഹാപ്രവൃത്തി നീ കാണുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ താൻ കപ്പലെടുത്ത അയർലൻഡിലേക്ക് യാത്രയായി അദ്ദേഹം പൊക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് പെട്ടെന്ന് ആ കപ്പലിന്റെ അടിഭാഗം പെട്ടെന്ന് വിണ്ടുകീറി അതിനുള്ളിലേക്ക് കടൽ വെള്ളം കയറുവാൻ തുടങ്ങി. ആ കപ്പലിൽ കടൽ വെള്ളം കയറുവാൻ തുടങ്ങി എന്ന് ക്യാപ്റ്റൻ സകലരോടും വിളിച്ചു പറയുമ്പോൾ വില്യം ബൂത്ത് എന്ന ഭക്തനും വിശ്വാസിവരനുമായി ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, അതിന്റെ അടിഭാഗം തുറന്നുവെങ്കിൽ തുറന്നത് ഇപ്പോൾ അടയും. കാരണം എന്റെ ദൈവം നീ പോയി കടലിൽ മുങ്ങിച്ചാക എന്നല്ല പറഞ്ഞത്, എന്റെ ദൈവം എന്നോട് പറഞ്ഞത് അയർലൻഡിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ അത്രേ. ദൈവദാസൻ പറഞ്ഞു, അത് തുറന്നുവോ? തുറന്നുവെങ്കിൽ അത് അടയും. എങ്ങനെയെന്നറിയത്തില്ല. അത് തുറന്ന ഭാഗത്ത് പെട്ടെന്ന് ഒരു കടൽ പന്നി വന്നു കയറി ആ തുറന്നതായ ഭാഗം അടയുകയുണ്ടായി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നഷ്ടവും കഷ്ടവും ശോധനയ്ക്കുമായി ഏതെങ്കിലും ഒരു എൻട്രൻസ്, ഒരു വാതിലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു എങ്കിൽ പ്രതിസന്ധിയുടെ വാതിലുകളെ അടച്ച് അനുഗ്രഹത്തിന്റെ വാതിലുകൾ ആർക്കും അളന്ന് നിർത്തുവാൻ കഴിയാത്ത ക്രമത്തിൽ ആകാശവിഹായുസിൽ സ്വർഗീയ മണ്ഡലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തുറക്കുവാൻ കഴിവുള്ളവനായ ദൈവത്തോട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ദൈവം നിന്നെ വിളിച്ചിറക്കി പട്ടിണിക്കിടുന്നവനല്ല, ദൈവം കരുതന്റെ ദൈവം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഉൽപ്പത്തി 22:14 വായിക്കുമ്പോൾ അവന്റെ പേര് യഹോവ യിരേ. ദൈവം കരുതലിന്റെ കർത്താവ് അത്രേ. അതെ, രണ്ട് തരത്തിലുള്ള ആഹാരം ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് വേഗത്തിൽ പറയട്ടെ. ഒന്ന് അകത്തെ മനുഷ്യന്റെ ആഹാരം, മറ്റൊന്ന് പുറത്തെ മനുഷ്യന്റെ ആഹാരം. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ എന്നതുപോലെ നമുക്കൊരു അകത്തെ മനുഷ്യനുണ്ട്, നമുക്കൊരു പുറത്തെ മനുഷ്യനുണ്ട്. യോഹന്നാൻ 16:7 അനുസരിച്ച് പാപബോധം പരിശുദ്ധാത്മാവ് നൽകി തരുമ്പോൾ നാം ഇപ്രകാരം പ്രാർത്ഥിച്ചു. അത് രക്ഷിക്കപ്പെടുമ്പോൾ നീ പ്രാർത്ഥിച്ചു, യേശുവേ ഞാൻ ഭാവി എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഈ ദിവസത്തിൽ ഏതെങ്കിലും പാപബന്ധത്തിൽ അശുദ്ധിയിൽ നിങ്ങൾ ആയിരിക്കുന്നു എങ്കിൽ അതെ, ദയവായി യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ, എന്റെ ഹൃദയത്തിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. വെളിപ്പാട് 3:20 അനുസരിച്ച് ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് അരുൾ ചെയ്ത കർത്താവ് യേശു നിങ്ങളുടെ ഹൃദയത്തിൽ നിശ്ചയമായി കടന്നു വരിക തന്നെ ചെയ്യും. അപ്രകാരം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന, നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്ന കർത്താവ് യേശു, ആ ദൈവ സാന്നിധ്യം, അതത്രേ നമ്മുടെ അകത്തെ മനുഷ്യൻ. ആ അകത്തെ മനുഷ്യനെ പരിപോഷിപ്പാൻ അഥവാ ആത്മീയ മനുഷ്യനെ വളർത്തുവാൻ നമുക്കൊരു ആഹാരം ഉണ്ട്. 1 പത്രോസിന്റെ ലേഖനം 2:25 പറയുന്നു, അതത്രേ ദൈവത്തിന്റെ വചനമാകുന്ന പാൽ. ദൈവത്തിന്റെ വചനമാകുന്ന പാൽ. പാലിൽ എന്താ ഉള്ളത്? എല്ലാ മിനറൽസും എല്ലാ വൈറ്റമിൻസും പാലിൽ ഉണ്ട് എന്നതുപോലെ ദൈവവചനത്തിൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ അത് വളർന്നു വരുവാൻ ആവശ്യമുള്ള സകല കാര്യങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ട്. ദൈവത്തിന്റെ വചനം ആരാണ്? യോഹന്നാൻ 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ദൈവമത്രേ വചനം, വചനമത്രേ ദൈവം. യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനാണ് യേശു. വചനം ജഡമായപ്പോൾ അവൻ യേശുവായി. യേശുവിനെ ഇഷ്ടപ്പെടുന്നവർ വചനത്തെ ഇഷ്ടപ്പെടും, യേശുവിനെ ബഹുമാനിക്കുന്നവർ വചനത്തെ ബഹുമാനിക്കും, യേശുവിൽ നിന്ന് കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർ വചനത്തെ കേൾക്കും. ദൈവ വചനം ഏറ്റവും ആവശ്യമത്രേ. എപ്രകാരമാണോ ഒരു ജനിച്ച ഒരു കുഞ്ഞിന് പാൽ കൊടുത്ത് ഒരമ്മ വളർത്തുന്നു എന്നതുപോലെ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചിരുന്ന ഒരു വ്യക്തിയെങ്കിൽ ക്രിസ്തുവെന്ന തലയോളം ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ വളരുവാൻ, നനഞ്ഞ തോറ്റം പോലെ പറ്റാത്ത നീരുറവ് പോലെ ദൈവത്തിന്റെ കൃപയിൽ നിങ്ങൾ വളർന്നു വരുവാൻ ഒന്നാമത് നിങ്ങൾക്ക് ആവശ്യം ദൈവത്തിന്റെ വചനം അത്രേ. നിങ്ങൾ ഉപവസിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ സ്തുതിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഒത്തിരി ആത്മീയ കൃപാവരങ്ങൾ ജ്വലിക്കുന്നുണ്ടായിരിക്കാം. എല്ലാം നല്ലത് തന്നെ. പക്ഷേ മറന്നു പോകരുത്, ഒന്നാം സ്ഥാനം ദൈവത്തിന്റെ വചനത്തിന് കൊടുക്കുക. ഒരു വൃക്ഷം അതെ സോയിലിൽ അഥവാ മണ്ണിൽ നിൽക്കുന്നത് കൊണ്ടാണ് അത് വളരുന്നത് എന്നതുപോലെ വളരുന്ന ഒരു വിശ്വാസം നിൽക്കുന്നത് അനുഭവങ്ങളിൽ ആയിരിക്കത്തില്ല. വളരുന്ന വിശ്വാസം നിൽക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ അത്രേ. ഓരോരുത്തർക്കും ഓരോ അനുഭവമുണ്ട്. പത്രോസ് പറയും മീൻ പിടിക്കാൻ പോയി യേശുവിനെ കണ്ടു. സക്കായി പറയും കാട്ടത്തീമേൽ കയറി യേശുവിനെ കണ്ടു. പൗലൂസ് പറയും അതെ കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണ് ഞാൻ യേശുവിനെ കണ്ടു. എന്നാൽ ഓരോരുത്തർക്കും ഓരോ അനുഭവമുള്ളപ്പോൾ അനുഭവമല്ല നമ്മെ നിർത്തുന്നത്, ദൈവത്തിന്റെ വചനമത്രേ നിർത്തുന്നത്. യഹൂദന്മാർ ഇന്നും
കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതായ സമയത്ത് തോറ അഥവാ പഴയ നിയമം, ആ പഴയ നിയമം വചനമായി അധ്യായമായി പഠിപ്പിച്ച് കണക പഠിപ്പിച്ചിട്ട് അത്രയെ വളർത്തുന്നത്. യോസേഫിനെ യാക്കോബ് വളർത്തിയപ്പോൾ, അല്ലെങ്കിൽ ഇസഹാക്ക് യാക്കോബിനെ വളർത്തിയപ്പോൾ, അബ്രഹാം ഇസഹാക്കിനെ വളർത്തിയപ്പോൾ അന്ന് എഴുതപ്പെട്ടതായ വചനമില്ലായിരുന്നു എങ്കിലും കേൾക്കണമേ, അവിടെ ഉള്ളിൽ ആ പിതാക്കന്മാർ വിതറിയതായ ഡെപ്പോസിറ്റ് ചെയ്തതായ വചനമുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളുടെ മക്കൾ ഏറ്റവും വലിയ സ്കൂളുകളിൽ പഠിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയുന്നതിനേക്കാൾ, ലോകത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ എൻ്റെ മക്കൾ പഠിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഏറ്റവും അധികമായി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ കൊടുക്കേണ്ടത് ഒന്നാമത് ദൈവത്തിന്റെ വചനമത്രേ. ഏതോ കഥാപുസ്തകമല്ല, ഏതോ നോവലുകളല്ല, ദൈവത്തിന്റെ വചനം അവിടെ ഉള്ളിലുണ്ടോ അവർ നഷ്ടപ്പെട്ടു പോകത്തേയില്ല. തമിഴ്നാട്ടിൽ ഒരു സ്ഥലമുണ്ട്, തഞ്ചാവൂർ എന്നത്രേ പേര്. അവിടെ അനേക പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോയിട്ടുണ്ട്. തഞ്ചാവൂരിൽ ഒരു പാവയുണ്ട്. അത് തഞ്ചാവൂർ പാവ എടുത്തെവിടെയാണോ എറിയുന്നത് അത് വീണ സ്ഥലത്ത് അത് വീണ് ഫ്ലാറ്റായി കിടക്കത്തില്ല, അത് എഴുന്നേറ്റ് നിൽക്കും. തഞ്ചാവൂർ പാവ വീണ് ഫ്ലാറ്റാകത്തില്ല, എഴുന്നേറ്റ് നിൽക്കും. കാര്യമെന്ത്? അതിനകത്ത് സിങ്ക് ഉള്ളത് കൊണ്ട്, ഈയം അതിനകത്ത് വച്ചിട്ടുള്ളത് കൊണ്ട് മറ്റ് ലോകത്തിലുള്ള സകല പാവകളും എടുത്തെറിഞ്ഞാൽ നിലത്ത് ഫ്ലാറ്റായി കിടക്കുമ്പോൾ അത് ഇത് മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു. അർത്ഥം അതെ, നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമുണ്ട് എങ്കിൽ ഏത് സാഹചര്യം നീ തകർന്നു പോകുന്നവനല്ല, നീ നിൽക്കുന്നവനായിരിക്കും. ദൈവവചനം അകത്തെ മനുഷ്യന് ആഹാരം. യേശു കർത്താവ് ഇപ്രകാരം പരീക്ഷിക്കുമ്പോൾ, സാത്താൻ പരീക്ഷിക്കുമ്പോൾ പറഞ്ഞു, സാത്താൻ ഇതാ വന്ന് ഈ കല്ലുകൾ അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു, ആവർത്തനം 8:3 ഉദ്ധരിച്ച്, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് മാത്രമേ. അകത്തെ മനുഷ്യനൊരു ആഹാരമുണ്ട്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് മാത്രമേ. ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് മമ്മി ബെഡ് കോഫി ആഹാരം എന്നല്ല, അതിനു മുൻപ് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് അകത്തെ മനുഷ്യന് ദൈവത്തിന്റെ കൃപയാൽ വചനം കൊടുക്കുവാൻ മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവവചനം നിങ്ങൾക്ക് ആവശ്യം. മറ്റേതിനേക്കാളും ദൈവവചനം നിങ്ങളിൽ ഇരിക്കട്ടെ. വേദപുസ്തകം പറയുന്നു, വചനം നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. വചനം ഫ്ലോപ്പി ഡിസ്കിലല്ല കിടക്കേണ്ടത്, വചനം അലമാരയിലോ മേശപ്പുറത്തോ അല്ല ഇരിക്കേണ്ടത്. വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കട്ടെ. വചനം വായിക്കുക, വചനം ചിന്തിക്കുക, വചനം ധ്യാനിക്കുക. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ അതെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. അകത്തെ മനുഷ്യന്റെ ആഹാരമത്രേ ദൈവത്തിന്റെ വചനം. എന്നാൽ അതേ സമയത്ത് സഹോദരങ്ങളെ, അകത്തെ മനുഷ്യന് ആഹാരം നൽകുന്ന ദൈവം പുറത്തെ മനുഷ്യനും ആഹാരം നൽകുന്നു. ദൈവം വിളിച്ചിറക്കി പട്ടിണി കിടുന്നവൻ അല്ല, ദൈവം വിളിച്ചിറക്കി ഭിക്ഷാപാത്രം കയ്യിൽ തരുന്നവൻ അല്ല. ദൈവം കരുതല്ല ദൈവം അത്രേ. 3 യോഹന്നാൻ 2-ാം വാക്യം പറയുന്നു, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായിരിക്കണം. സകലത്തിലും എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലും നിന്റെ ശരീരത്തിലും. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ വിളിച്ചിറക്കിയിട്ട് പട്ടിണിക്കിട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും കൊണ്ട് അവൻ ദൈവ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി, അല്ലെങ്കിൽ അവൻ ദൈവകൃപയിലേക്ക് വന്നു, അതുകൊണ്ട് ദൈവം കൈവിട്ടു, ദൈവം ശിക്ഷിച്ചു എന്ന് പറയുന്നവൻ മറ്റുള്ളവരെ കൊണ്ട് പരിഹാസ പാത്രമാക്കി പറയിപ്പിക്കുന്നവൻ അല്ല. ദൈവം ശാപങ്ങളെ അനുഗ്രഹമാക്കുന്നവൻ അത്രേ. അവൻ വഴികളെ തുറക്കുന്നവൻ അത്രേ. ആടിയിൽ പാത കുരുക്കുന്നവൻ. ഇല്ലാത്ത കാര്യങ്ങളെ ഒന്നും